നമസ്കാരം. എറണാകുളം തേവരയിൽ സ്ത്രീയുടെ ജഡം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കോന്തുരുത്തി പള്ളിക്ക് സമീപമുള്ള വീട്ടിലേക്കുള്ള ഇടനാഴിയിലാണ് മൃതദേഹം കണ്ടത്. സംഭവത്തിൽ വീട്ടുടമസ്ഥൻ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹത്തിന് സമീപം മദ്യലഹരിയിൽ അബോധാവസ്ഥയിലിരിക്കുകയായിരുന്നു ജോർജ് കുറ്റസമ്മതം നടത്തി. കൊല്ലപ്പെട്ടത് എറണാകുളം സ്വദേശിനിയാണെന്നാണ് സൂചന. രാവിലെ പ്രദേശത്തെത്തിയ ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ കൗൺസിലറെ അറിയിക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുക്കുമ്പോൾ ജോർജ് മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. രാവിലെ ഇയാൾ ചാക്ക് അന്വേഷിച്ച് നടന്നതായും നാട്ടുകാർ പറയുന്നു. കാര്യം തിരക്കിയപ്പോൾ വീട്ടുവളപ്പിൽ പൂച്ച ചത്തുകിടപ്പുണ്ടെന്നും അതിനെ മാറ്റാൻ ആണെന്നും പറഞ്ഞിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇയാളുടെ വീടിനുള്ളിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. ബെഡ്റൂമിലും അടുക്കളയിലും അടക്കം മൃതദേഹം വലിച്ചിഴച്ചതിന്റെ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതായും പോലീസ് അറിയിച്ചു. വീട്ടുടമ ജോർജാണ് കൊലപാതകം നടത്തിയതെന്നും കൂടുതൽ വിവരങ്ങൾ സ്ഥിരീകരിക്കേണ്ടതെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ജോർജിനെ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യുന്നത്. കോന്തുരുത്തി പള്ളിക്ക് സമീപമുള്ള ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിനടുത്തിരുന്ന് ഉറങ്ങുന്ന നിലയിലാണ് ജോർജിനെ കണ്ടെത്തിയത്. ഇയാൾ ഇപ്പോഴും മദ്യലഹരിയിലാണെന്നും പോലീസ് പറഞ്ഞു. സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. ലൈംഗിക തൊഴിലാളിയെയാണ് കൊന്നതെന്ന് ജോർജ് മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹം മറവു ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ താൻ അബോധാവസ്ഥയിലാവുകയായിരുന്നെന്ന് പ്രതി ജോർജ് മൊഴി നൽകി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നാണ് ഒരു സ്ത്രീയെ പ്രതി ജോർജ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. കൊല്ലപ്പെട്ട സ്ത്രീ ലൈംഗിക തൊഴിലാളിയായിരുന്നുവെന്നാണ് പ്രതി പറയുന്നത്. വീട്ടിലെത്തിയതിനു ശേഷം ഇവർക്കിടയിൽ സാമ്പത്തിക തർക്കമുണ്ടായെന്നും ഇതേ തുടർന്ന് സ്ത്രീയുടെ തലയിൽ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. താൻ മദ്യലഹരിയിലായിരുന്നുവെന്നും ജോർജ് സമ്മതിച്ചു. ഒരു വീട്ടിലേക്കുള്ള വഴിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിനുള്ളിൽ വെച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കാൻ പോകുന്നതിനിടെ ജോർജ് തളർന്നു വീഴുകയായിരുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളാണ് വഴിയിൽ മൃതദേഹവും അതിനരികിൽ അബോധാവസ്ഥയിൽ ജോർജിനെയും കണ്ടത്. ആൾക്കാർ എത്തിയപ്പോഴേക്കും തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ജോർജ് ആവശ്യപ്പെട്ടിരുന്നു. പ്രദേശവാസികൾ കൗൺസിലറെ വിവരം അറിയിക്കുകയും കൗൺസിലർ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അർദ്ധരാത്രിയോടെ കൊലപാതകം നടന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പുലർച്ചെ 4:30 തൊട്ടടുത്ത കടകളിൽ ചെന്ന് ജോർജ് ചാക്ക് തിരക്കിയിരുന്നു. ചാക്കിൽ മൃതദേഹം കെട്ടി പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴി ജോർജ് തളർന്നു വീണതാകാമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മരിച്ച സ്ത്രീയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എറണാകുളം സ്വദേശി എന്ന സൂചന മാത്രമാണുള്ളത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. കുടുംബസമേതമാണ് ജോർജ് ഇവിടെ താമസിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ തേവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു കൊലപാതക വാർത്ത വന്നത്. ജോർജ് എന്നയാൾ ലൈംഗിക തൊഴിലാളിയെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുനിന്ന് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും ശേഷം ഇവർക്കിടയിൽ നടത്തിയ സംഭാഷണത്തിൽ സാമ്പത്തികം വിഷയമാവുകയും സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ലൈംഗിക തൊഴിലാളിയെ ചുറ്റി കടിച്ചാണ് ജോർജ് കൊലപ്പെടുത്തിയെന്നാണ് ജോർജിന്റെ മൊഴി. എന്തായാലും ഇയാൾ ഇപ്പോഴും മദ്യലഹരിയിൽ തന്നെയാണ്. പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്.